ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീന. റോസ് ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും റോസിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അല്ലേ. റോസ് ചെടി ഇല്ലാത്ത ഒരു വീട് പോലും കാണത്തില്ല. ഒരു നാടൻ റോസെങ്കിലും നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് നനച്ച് വളർത്താറുണ്ടല്ലേ. അപ്പോൾ റോസ് നല്ല രീതിയിൽ വളരാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വീടിനകത്ത് തന്നെയുള്ള ഒരു സാധനം ഉപയോഗിച്ച് നല്ല രീതിയിൽ റോസ് വളർത്തുവാനും കുലകുലയായിട്ട് റോസ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലാണ് ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ റോസിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പല വളപ്രയോഗങ്ങളും നമ്മൾ വീട്ടിൽ നടത്താറുണ്ടല്ലോ അല്ലേ. തേയിലച്ചണ്ടി, മുട്ടത്തോടും കൊണ്ടുള്ള വളം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും ബനാന പീലും കൂടെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചൊഴിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ളത് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മറ്റുള്ള ചെടികളുടെ പോലെയല്ല റോസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണിൻ്റെ pH ലെവൽ നമ്മൾ കണക്കാക്കുന്നത്. റോസിന് എപ്പോഴും അസിഡിക് ആയിട്ടുള്ള, അതായത് പുളിരസം കൂടുതലുള്ള മണ്ണാണ് ആവശ്യമായിട്ടുള്ളത്. സാധാരണ നമ്മൾ പച്ചക്കറികൾക്കോ മറ്റു ചെടികൾക്കോ ഒന്നും പുളിരസം ഇല്ലാത്ത അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത pH ലെവൽ 7 മണ്ണാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ റോസിന് pH താഴ്ന്നത് അല്ലെങ്കിൽ pH 7 താഴ്ന്ന മണ്ണാണ് അല്ലെങ്കിൽ പുളിരസമുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് നമ്മൾ റോസിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വിനാഗിരി 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ml ആ കണക്കിലാണ് ഞാൻ എടുക്കാറുള്ളത്. മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുകൂടാതെ ചെടിയുടെ ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിൽ നിന്നുള്ള നമ്മുടെ സിന്തറ്റിക് വിനെഗർ ഉണ്ടല്ലോ, വിനാഗിരി, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇനി വെള്ളത്തിലാണ്, നമ്മൾ സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, ആ പച്ചവെള്ളത്തിൽ കലക്കിയാൽ മതിയാകുമേ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ വിനാഗിരി എടുത്തിട്ട് ഈ പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര റോസ് ചെടിയുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെയും വിനാഗിരിയുടെയും അളവ് കൂട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ വിനേഗർ സൊല്യൂഷൻ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുവട്ടിലുള്ള കളകളൊക്കെ ആദ്യമേ തന്നെ പറിച്ച് മാറ്റണം. എന്നിട്ട് നമുക്ക് ചുവട്ടിൽ നല്ല രീതിയിൽ മണ്ണ് ശരിക്കും നനയത്തക്ക വിധത്തിൽ തന്നെ ഈ വിനേഗർ സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് റോസിന് മാത്രമല്ല കേട്ടോ, ഹൈഡ്രാഞ്ചിയ, ഗാർഡനിയ, അതുപോലെ തന്നെ ചെമ്പരത്തി, ഇതേപോലെ അസിഡിക് സോയിൽ ഇഷ്ടപ്പെടുന്ന ഏതൊരു ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ വിനേഗർ. അപ്പോൾ അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം മാറിക്കിട്ടാൻ, അല്ലെങ്കിൽ മുഞ്ഞ, ഉറുമ്പ് പോലെയുള്ള ഈ പൂമൊട്ടുകളെയും ഇലകളെയൊക്കെ ആക്രമിക്കുമല്ലോ, അങ്ങനെയുള്ള കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടും ഈ വിനേഗർ സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് എപ്പോഴും ഒരേ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്യാതെ മാറി മാറി ചെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള വളപ്രയോഗമാണെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് അത് എഫക്റ്റ് കാണുകയും നല്ല റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചെടിയുടെ ഒത്തിരി പൂമൊട്ടുകൾ ഉണ്ടാകാനും വളർച്ച നന്നായിട്ട് നടക്കാനും നല്ല വലുപ്പം കൂടിയ പൂക്കളുണ്ടാകാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ പല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ചെടി നോക്കൂ, ഞാൻ ഇതുപോലെ തന്നെ ഈ ചെടിയിൽ ഈ വിനേഗർ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കുറേ ഒത്തിരി പൂക്കളുടെ എണ്ണം തന്നെ കൂടിയിട്ടുണ്ട്. അതിന് ശേഷം ഒത്തിരി പൂക്കൾ ഉണ്ടാവാനായിട്ട് ഈ ഒരു വളപ്രയോഗം എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.